ചെർക്കള ടു കാസർഗോഡ് പോവാണ്. ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറി, ഇവിടെ ചെർക്കളയിൽ നിന്ന് കാസർഗോഡ് നിന്ന് ചെർക്കള സൈഡിലേക്ക് വരുമ്പോ ദുനിയാവിലത്തെ മൊത്തം ബ്ലോക്കും കഴിഞ്ഞ് നുള്ളിപ്പാടി ബ്ലോക്ക് ഉണ്ടാവും, നുള്ളിപ്പാടിയിൽ അണങ്കൂർ ബ്ലോക്ക് ഉണ്ടാവും, വിദ്യാനഗർ ബ്ലോക്ക് ഉണ്ടാവും, നായന്മാർമൂല ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുന്ന ഏരിയയാണ് നായന്മാർമൂല. നായന്മാർമൂല എത്തുമ്പോഴേക്കാണ് ഹൈവേയിലേക്ക് എൻട്രൻസ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഈ ബ്ലോക്കിൽ കുടുങ്ങി സർവീസ് റോഡിൽ ഉരുട്ടി വന്ന് നായന്മാർമൂല എത്തുമ്പോഴാണ് ഹൈവേയിലേക്ക് കയറുന്നത്. പുള്ളിപ്പാടി ഒരു എൻട്രൻസ് വരുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നടക്കുമെന്ന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഇടപെടണം. ആരിടപെടാന്? ഏതോ ഒരാളെ ഇടപെട്ടിട്ട് അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ കണ്ടിരുന്നു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നടപടി പിന്നീട് കണ്ടിട്ടില്ല. കാസർഗോഡ് അത്രേ ഉള്ളൂ. ആർക്കും വേണ്ടാത്തൊരു സ്ഥലം, നാട്ടിലത്തെ ജനപ്രതിനിധികൾക്ക് തന്നെ വേണ്ടാത്തൊരു സ്ഥലമാണ് കാസർഗോഡ്. ജാഥ തുടങ്ങാനും മറ്റൊക്കെ വേണ്ടി മാത്രമല്ല. ഞാൻ വെറുതെ പറയുന്നല്ല, ഇതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. സുഖമില്ലാത്തൊരു സമയത്ത് ഞാൻ കാസർഗോഡായിരുന്നു. അന്ന് പെട്ടെന്ന് അർജന്റ് ആയിട്ട് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് നിന്ന് എങ്ങനെയൊക്കെ ഹസാർഡും ലൈറ്റും ഹോണൊക്കെ അടിച്ച്, ഇത് ഹോൺ അടിച്ചാലും ഹസാർഡ് ഇട്ടാലും റോഡിന് വീതി കൂടുതലല്ലോ, ഉള്ള റോഡ് തന്നെയല്ലേ. വണ്ടികളൊക്കെ മാറി തന്നാലും എത്ര സമയം എടുക്കും? അത് ചെറിയൊരു റോഡ്, അത് 2 വരിപ്പാത ആക്കിയിട്ടുണ്ട്, അറിയല്ലോ അവസ്ഥ. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് കുറെ സമയം എടുത്ത് നല്ലോണം ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ് നുള്ളിപ്പാടിയിൽ അവരങ്ങനെ ഒരു എൻട്രൻസ് ഹൈവേയിലേക്ക് ഇടാത്തതെന്ന് ഇതുവരെ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇടാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഇനി എപ്പോൾ വരുന്നൊന്നും അറിയില്ല, വരുമോന്നും അറിയില്ല. വരാനുള്ള പദ്ധതികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം ഒന്ന് ആരും നോക്കിപ്പോയി എന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് കാസർഗോഡ് ചെർക്കള ടു കാസർഗോഡ് ഇന്ദിരാനഗർ പെട്രോൾ പമ്പിന്റെ ഉടനെ, അഥവാ ചെർക്കള സ്കൂൾ കഴിഞ്ഞ ഉടനെ എൻട്രൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അണങ്കൂർ വരെ കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്താണ് എക്സിറ്റ് ഉള്ളത്. അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളിങ്ങനെ കുറെ കിലോമീറ്ററുകൾ സർവീസ് റോഡിൽ ഓടേണ്ട ആവശ്യം വരുന്നില്ല. ചെർക്കള കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ ഇപ്പോഴെത്തുമ്പോഴേക്ക് ഹൈവേയിലേക്ക് എൻട്രൻസ് കിട്ടി. ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നായിട്ട് എക്സിറ്റ് ഉണ്ട്. സുഖമല്ലേ? ഇത് എന്തെങ്കിലൊക്കെ ഏതെങ്കിലും തലക്ക് കുറച്ചെങ്കിലും വെളിവുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ. ഇനി അതല്ല, ഇത് ചെയ്യുന്ന ഇതിന്റെ പ്ലാനർമാര് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇതിനു വേണ്ടി സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരില്ലേ, എടാ ഈ ഹോസ്പിറ്റൽ കേസ് മറ്റൊക്കെയല്ലേ, ഏതോ ആൾക്കാർക്കും അല്ല, നിങ്ങൾക്കും വരും. അത് നിങ്ങൾ മനസ്സിലാക്കി. വരാതിരിക്കട്ടെ എന്ന് പറയുന്നുള്ളൂ. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിയെത്താനാണ് ഈ മെയിൻ ഹൈവേ. പക്ഷെ ഹൈവേ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അത് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ ഓടുന്ന ജനപ്രതിനിധികൾക്കും ഈ ഹൈവേ ആവശ്യമുണ്ട്. ഒരു പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വരും എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കോട്ടെ. ഞാൻ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ ഈ ഹൈവേയിൽ. ഇത്ര നല്ല ഹൈവേ, 6 വരിപ്പാത ഹൈവേ വിശാലമായി പരന്നു കിടക്കുമ്പോ ഇല്ല, ആ ബ്ലോക്കിൽ ഇങ്ങനെ മുട്ടി ബമ്പർ ടു ബമ്പർ ബ്ലോക്കാണ്. അപ്പൊ രാവിലെ വൈകുന്നേരം ഉള്ള സ്കൂളുകളും കോളേജുകളും കളക്ടറേറ്റ്, ഗവൺമെന്റ് ഓഫീസ്, പിന്നെ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ എല്ലാ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് വിദ്യാനഗർ. അവിടെയൊക്കെ ബമ്പർ ടു ബമ്പർ ബ്ലോക്കാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ. രാവിലെ വൈകുന്നേരം സ്കൂൾ ക്ലാസ് മറ്റൊക്കെ തുടങ്ങുന്നൊരു സമയം അതൊക്കെ അവിടെ ഒരു വണ്ടി കയറിയാൽ നോക്കിയാൽ എക്സിറ്റ് നേരെ എങ്ങനെ ഹൈവേയിലേക്ക് കയറി. ഞാൻ കുറെ കാലം ഇത് പറയാമെന്നായിരുന്നു, അതായത് മൊത്തം പറഞ്ഞു. പക്ഷെ അതിൽ പോകുമ്പോഴൊക്കെ ഇല്ലേ, ഞാൻ മനസ്സിൽ സത്യം പറഞ്ഞാല് പ്രാഗനുണ്ട്, എന്താ പറയാ, പിരാഗല എന്തോന്ന് പറയലില്ലേ, അത്രയും ദേഷ്യം ഉണ്ട് എന്ന്. ഇപ്പോ നോർമൽ ടൈമിലൊന്നും പ്രശ്നമില്ല. ഇപ്പൊ രാത്രി ആണെങ്കിലും സർവീസ് റോഡിൽ അതുവരെ പോകുമ്പോഴേക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഉച്ച സമയത്ത് വലിയ പ്രശ്നമില്ല. ഈ ഓഫീസ് സ്കൂൾ ടൈമുകളില്ലേ, ഓഫീസ് ടൈം സ്റ്റാർട്ടിന് ഒരു രാവിലെ 7-8 മണി മുതൽ ഒരു 10-10:30 വരെ, വൈകുന്നേരം ഒരു 3:30 മുതൽ ഒരു 5:30-6 മണി വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഫ്രീ ആയിട്ട് വെറുതെ വണ്ടി കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ല, മെല്ലെ കഥയും പറഞ്ഞ് പാട്ടും വെച്ച് പോവായിരിക്കുമല്ലോ. അതല്ലാത്ത എമർജൻസി ഒക്കെ വരുമ്പോഴേക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല എമർജൻസികൾ വരല് എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ആ ഒരു ബോധം എല്ലാവർക്കും വേണം, മറക്കരുത്.